നമ്മളെന്നാൽ കാഷ്വൽ സെക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകൾ വന്നിട്ടുണ്ട്. ബംബിൾ, അരികെ, ടിൻഡർ, അങ്ങനെ ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ ടെക്നോളജി വളരെയധികം എൻഹാൻസ്ഡ് ആണ്. എല്ലാ ആളുകൾക്കും ടെക്നോളജി ആക്സസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കാഷ്വൽ സെക്സ് ഇന്ന് വളരെയധികം കൂടുതലാണ്. അതായത് ഒരേ മൈൻഡുള്ള, ഒരേ വേവ് ലെങ്തുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നു. അവർ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. ഇപ്പോൾ കാഷ്വൽ സെക്സിന് പോകുന്ന ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അല്ല കാമുകി കാമുകന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ കാഷ്വൽ സെക്സിന് പോകുന്നതായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. ഈ കാഷ്വൽ സെക്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. കാഷ്വൽ സെക്സിലേക്ക് ഒരു സ്ത്രീക്കോ പുരുഷനോ പോകണമെങ്കിൽ അവർക്ക് എന്താണ് പറയുക, ഒരുപാട് റീസൺസ് ഉണ്ടാകും. അത് വലിയൊരു ടോപ്പിക്കാണ്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഒരു മഴ, നിങ്ങൾക്ക് ചൂടുള്ള പൊറോട്ടയും ചൂടുള്ള ബീഫ് കറിയും കഴിക്കണമെന്ന് വിചാരിക്കുക. അപ്പം ചില ആളുകൾ വിചാരിക്കും, അല്ലെങ്കിൽ ഇന്ന് മഴയാണ് ഇന്ന് പോകണ്ടെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഈ കാശില്ലാത്തതുകൊണ്ട് പോകണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ചില ആളുകളുടെ കയ്യിൽ അവൻ്റെ കയ്യിൽ കുടയും കാണില്ല, കാശും കാണില്ല, കാറും കാണില്ല. പക്ഷേ അവന് അതിനോടൊരു തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ആ പൊറോട്ടയും ബീഫും കഴിക്കണമെന്നുള്ള ആഗ്രഹം അത്ര ഉണ്ടെങ്കിൽ, അവൻ കാശില്ലാത്തവൻ കടം മേടിച്ച്, കാറില്ലാത്തവനാണെങ്കിൽ ടാക്സി വിളിച്ചിട്ട് വേണമെങ്കിൽ പോയി ആ പൊറോട്ടയും ബീഫും കഴിക്കുന്ന ആളുകളുണ്ട്. ഇതൊരു സിമ്പിൾ എക്സാമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഈ കാഷ്വൽ സെക്സിലേക്ക് വരാൻ പല ആളുകൾക്കും പല റീസൺസാണ് ഉള്ളത്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ആളുകൾ പറയും, സ്ത്രീയാണെങ്കിൽ പ്രണയത്തിലൂടെ മാത്രമേ അല്ലെങ്കിൽ സ്നേഹത്തിലൂടെ മാത്രമേ സെക്സിലേക്കൊക്കെ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡേറ്റിംഗ് ആപ്സൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കാഷ്വൽ സെക്സിനോട് താല്പര്യമുള്ള ഒരുപാട് സ്ത്രീകളെയൊക്കെ നമുക്കവിടെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റും അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ മാച്ച് ആവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഡേറ്റിങ്ങിനൊക്കെ പോകുന്ന, അല്ലെങ്കിൽ കാഷ്വൽ ഡേറ്റിങ്ങും കാഷ്വൽ സെക്സിനൊക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള കാഷ്വൽ സെക്സിൻ്റെ അല്ലെങ്കിൽ കാഷ്വൽ ഡേറ്റിങ്ങിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, അവിടെ രണ്ട് പേർക്കും അറിയാം അവരൊരു ഫിസിക്കൽ റിലേഷന് വേണ്ടി വരുന്നതാണ്. അതിലൂടെ കിട്ടുന്ന ഹാപ്പിനെസ് അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് ഒക്കെയാണ് അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് പലപ്പോഴും കാണില്ല. അവിടെ എന്താണ്, ഫിസിക്കൽ നീഡ്സ് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇവർ പലപ്പോഴും പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. പല തരത്തിലുള്ള വ്യക്തികളെ, വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളെ, വ്യത്യസ്ത രീതികളുള്ള ആളുകളെയൊക്കെ പിന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ പലപ്പോഴും ഇൻക്രീസ് ആവുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അത്തരം അനുഭവങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇത്തരം കാഷ്വൽ ഡേറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ കാഷ്വൽ സെക്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു, അതായത് ഇത്തരം റിലേഷൻഷിപ്പിൽ പലപ്പോഴും ഇമോഷണലായിട്ടുള്ള ഒരു ഇൻറ്റിമസി കാണത്തില്ല. ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സമയങ്ങളിൽ നമ്മൾ നോർമൽ റിലേഷൻഷിപ്പിനും ഒരു ഇമോഷണൽ ഇൻറ്റിമസിക്ക് അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് വലിയ വാല്യൂ കൊടുക്കാതിരിക്കും. അപ്പോൾ അത് പിന്നീട് എന്താണ് പറയുക, എല്ലാം നോർമലാണ്, അല്ലെങ്കിൽ എല്ലാം എന്താണ് ഒരു ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അത് നോർമൽ റിലേഷൻഷിപ്പിൽ പോലും അത് ഇതിൻ്റെ ഒരു വലിയൊരു അപകടമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ, രണ്ടിൽ ഒരാൾ ഒബ്സസ്ഡായി പോകാനുള്ള ഒരു റിസ്ക് എലമെൻറ്റ് ഇതിനകത്തിലും ഉണ്ട്. അപ്പോൾ പലപ്പോഴും രണ്ട് പേരിൽ ഒരാൾ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തീവ്രമായിട്ട് ഇതിനകത്തിലേക്ക് വരുന്ന സമയത്ത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരിക്കലും അങ്ങനെ ആവണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീക്കോ പുരുഷനോ ആരാണോ ഒബ്സസ്ഡ് ആവുന്ന ആ ആളുകൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകാം. കാഷ്വൽ ഡേറ്റിംഗ് പങ്കെടുക്കുന്ന ആളുകളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അവർക്കെല്ലാം തന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ STDസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. പലപ്പോഴും എന്താണ് പറയുക, അൺപ്ലാൻഡ് പ്രഗ്നൻസി ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള കാഷ്വൽ സെക്സിൽ അല്ലെങ്കിൽ കാഷ്വൽ ഡേറ്റിങ്ങിലൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ കാഷ്വൽ സെക്സ് എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ടോപ്പിക്കാണ്. അതിനകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത്തരം ചോദ്യങ്ങളെ അടിസ്ഥാനമായിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ. താങ്ക് യു.